ഇന്ത്യ കാനഡ ബന്ധം ആടിയുലയുന്നു. കനേഡിയൻ സ്റ്റുഡൻറ്റ് വിസ എങ്ങോട്ട്? അപ്പോൾ കഥ ഇതുവരെ ജൂൺ 2023 സിഖ് നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ വെച്ച് വധിക്കപ്പെടുകയുണ്ടായി. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ പറയുകയുണ്ടായി ഇന്ത്യൻ റോ ഏജൻസ് ആണ് ഇതിന് പിന്നിലെന്ന്. ആ ഒരു അലഗേഷൻസിനെ ഇന്ത്യ നോ പറഞ്ഞു, ഇല്ല ഞങ്ങളിതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളല്ല ഇതിന് ഉത്തരവാദി എന്ന് തിരിച്ചു പറയുകയൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് കുറേ തെളിവുകളൊക്കെ ആയിട്ട് ഇന്ത്യൻ അതോറിറ്റീസിന് തെളിവുകൾ സമർപ്പിച്ചു എന്ന് പറയുകയുണ്ടായി കനേഡിയൻ പ്രൈം മിനിസ്റ്റർ. പക്ഷേ അതിന് ബദലായിട്ട് ഇന്ത്യക്കാർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഈ പറയുന്നതൊന്നും വാലിഡ് അല്ല, ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അതായത് ഈ വരുന്ന ഇലക്ഷൻ മുൻകൂട്ടി കണ്ട് സിഖ് വോട്ടുകൾ നേടുന്നതിനായിട്ട് ചെയ്യുന്ന ഒരു പൊറാട്ട് നാടകം എന്ന രീതിയിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് പറയുക. അപ്പോൾ ഇത് കാരണമൊക്കെ തന്നെ കാനഡ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ കാനഡയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയുണ്ടായി. അതിന് ആസ് എ റിപ്ലൈ കനേഡിയൻ ഡിപ്ലോമാറ്റ്സിനെ ഇന്ത്യയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയാണ് 6 പേരെ. അപ്പോൾ ഇതിനൊക്കെ അനുബന്ധിച്ചായിട്ട് നമുക്കതുപോലെ 35% വിസ റിഡക്ഷൻ വരാൻ പോവുകയാണ് കാനഡയിൽ. ഈ ഒരു അവസരത്തിൽ കാനഡ സ്റ്റുഡൻറ്റ് വിസയിൽ ഇന്ത്യക്കാരെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിസ റിജക്ഷൻ ചാൻസ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിസ റിജക്റ്റ് ആവാതിരിക്കാൻ എന്തൊക്കെ ടെക്നിക്സ് നമ്മൾ ഫോളോ ചെയ്യണമെന്നറിയാനായിട്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കോ.